വമ്പൻ പ്രഖ്യാപനവുമായി മഹീന്ദ്ര. രാജ്യത്തെ മറ്റ് കാർ കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമായി പുതുവർഷത്തിൽ വാഹനവില വർദ്ധിപ്പിക്കില്ലെന്ന് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര അറിയിച്ചു. അസംസ്കൃത വസ്തുക്കളുടെ വിലയിൽ കാര്യമായ വർധനവുണ്ടായാൽ മാത്രമേ വില കൂട്ടുകയുള്ളൂവെന്നും കമ്പനി വ്യക്തമാക്കി. രാജ്യത്തെ മിക്ക കാർ കമ്പനികളും സാധാരണയായി എല്ലാ വർഷവും ജനുവരിയിൽ പുതിയ വിലകൾ പ്രഖ്യാപിക്കാറുണ്ട്. എന്നാൽ ജനപ്രിയ SUV ബ്രാൻഡായ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഇത്തവണ വ്യത്യസ്തമായ സമീപനമാണ് സ്വീകരിച്ചത്. അടുത്ത വർഷം, അതായത് 2026 ജനുവരി മുതൽ വാഹനവില വർദ്ധിപ്പിക്കാൻ പദ്ധതിയില്ലെന്ന് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര വ്യക്തമാക്കി. അസംസ്കൃത വസ്തുക്കളുടെ വിലയിൽ കാര്യമായ മാറ്റം വന്നില്ലെങ്കിൽ വില വർദ്ധിക്കില്ലെന്ന് കമ്പനി പ്രസ്താവിച്ചു. GSTയിൽ സർക്കാർ അടുത്തിടെ വരുത്തിയ കുറവ് പൊതുജനങ്ങൾക്ക് ഗണ്യമായ ആശ്വാസമാണെന്ന് മഹീന്ദ്രയുടെ ഓട്ടോമോട്ടീവ് ആൻഡ് അഗ്രികൾച്ചറൽ ഡിവിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും സിഇഒയുമായ രാജേഷ് ജജുരിക്കർ പറഞ്ഞു. അതിനാൽ വില വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ പോസിറ്റീവ് ഗവൺമെന്റ് സംരംഭത്തെ ദുർബലപ്പെടുത്താൻ കമ്പനി ആഗ്രഹിക്കുന്നില്ലെന്നും ഉൽപാദന ചെലവ് യഥാർത്ഥത്തിൽ വർദ്ധിക്കുമ്പോൾ മാത്രമേ വില വർദ്ധിപ്പിക്കുകയുള്ളൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്റ്റീൽ, അലുമിനിയം, പ്ലാസ്റ്റിക് അല്ലെങ്കിൽ മറ്റ് അവശ്യഭാഗങ്ങൾ പോലുള്ള അസംസ്കൃത വസ്തുക്കളുടെ വില പെട്ടെന്ന് വർദ്ധിച്ചാൽ മാത്രമേ മഹീന്ദ്ര വില കൂട്ടുകയുള്ളൂവെന്നും ഉൽപാദന ചെലവ് സ്ഥിരമായി തുടരുകയാണെങ്കിൽ കമ്പനി വാഹനവിലയും സ്ഥിരമായി നിലനിർത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഉപഭോക്താക്കളുടെ വിശ്വാസം നിലനിർത്തുകയും ശരിയായ വിലയ്ക്ക് ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നൽകുകയും ചെയ്യുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും കമ്പനി അറിയിച്ചു.